തൃപ്പൂണിത്തറയിൽ ആര് ജയിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത് തൃപ്പൂണിത്തറയല്ല, തൃപ്പൂണിത്തുറയാണ്. അതൊരു തുറയാണ്. തൃപ്പൂണിത്തുറ എന്നാണ് യഥാർത്ഥ സ്ഥലനാമം. അവിടെ കൊച്ചി കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPIMൻ്റെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KN ഉണ്ണികൃഷ്ണനാണ്. ഇപ്പോൾ വൈപ്പിൻ MLA എന്ന നിലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. തൃപ്പൂണിത്തറയിൽ KN ഉണ്ണികൃഷ്ണനെ എന്തിനു പരിഗണിച്ചു? MLA ആകുന്നതിന് മുൻപ് KN ഉണ്ണികൃഷ്ണൻ CPIMൻ്റെ എറണാകുളം ഏരിയ സെക്രട്ടറി ആയിരുന്നു. ആ നിലയ്ക്ക് എറണാകുളത്തും ചുറ്റുപാടുമൊക്കെയുള്ള പ്രദേശങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചയാണ്. അതിനു മുൻപ് DYFIയുടെ എറണാകുളത്തെ ജില്ലയിലെ പ്രധാന നേതാവായിരുന്നു. അതിനു മുൻപ് SFIയുടെ ജില്ലയിലെ പ്രധാന നേതാവായിരുന്നു. മികച്ച സംഘാടകൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം. കൊച്ചി കോർപ്പറേഷനിലെ കടവന്ത്രയിൽ നിന്നുള്ള കൗൺസിലർ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ. പിന്നീടാണ് മറ്റ് മേഖലകളിലേക്ക് എത്തുന്നതും MLA ആകുന്നതുമൊക്കെ. ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ സ്വഭാവം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ആ ഇട്ടാവട്ടത്തിലുള്ള രാജനഗരി മാത്രം ഉൾപ്പെടുന്നതല്ല. തൃപ്പൂണിത്തുറ നഗരസഭ മാത്രം ഉൾപ്പെടുന്നതല്ല. തൃപ്പൂണിത്തുറ നഗരസഭയും മരട് നഗരസഭയും ഉൾപ്പെടുന്നതാണ്. ഉദയംപേരൂർ പഞ്ചായത്തും കുമ്പളം പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ്. കൂടാതെ കൊച്ചി കോർപ്പറേഷനിലെ 11 ഡിവിഷനുകളും ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം. അങ്ങനെ തൃപ്പൂണിത്തുറ നഗരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെയുള്ള ചുറ്റുപാടുമുള്ള ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഒന്നാമത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തണം എന്നാഗ്രഹിക്കുന്ന അനേകം പേർ ഉണ്ട്. എറണാകുളം ജില്ലയിലെ സർവസമ്മതനായ ഏറ്റവും ജനകീയനായ മനുഷ്യരോട് ഏറ്റവും ഹൃദ്യമായി ഇടപെടുന്ന ഒരു CPIM നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് KN ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് തൃപ്പൂണിത്തുറക്കാരുടെ ഹൃദയം കവരാനും അവരുടെ വോട്ട് നേടി തൃപ്പൂണിത്തുറയിൽ നിന്നും കേരള അസംബ്ലിയിലേക്ക് എത്താൻ പോകുന്നത് സഖാവ് KN ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. തർക്കമില്ല.